ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സെൽഫി സ്റ്റിക്കാണ്. നമുക്കിത് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് 1.m നീളമുള്ള സ്റ്റിക്കാണ്. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്നത് യൂസർ മാനുവലാണ്. അത് നമുക്കിപ്പോൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. പിന്നെ സ്റ്റിക്ക് നല്ലൊരു പൗച്ചിലാണ് വന്നിരിക്കുന്നത്. പൗച്ച് തന്നെ കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്ക്. കാണാൻ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമുക്കിത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇതിൽ രണ്ട് സൈഡായിട്ട് ഓപ്പൺ ചെയ്യാം. ഒരു സൈഡ് മൊബൈൽ ഹോൾഡറും ഇതിനകത്ത് മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഈ വശത്ത് വന്നിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നീളം നോക്കാം. അവർ പറഞ്ഞ നീളം ഉണ്ടോ എന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. നീളം നോക്കി, അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. ഇതിൽ ട്രൈപോഡ് കൂടി വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക് വശത്ത് ഓപ്പണിംഗ് ഉണ്ട്. അത് നമുക്ക് തുറക്കാൻ നോക്കാം, പക്ഷെ തുറക്കാൻ കിട്ടുന്നില്ല. നോക്കി ട്രൈ ചെയ്തു. ഓക്കെ, തുറന്നു. കൊള്ളാം, കുഴപ്പമില്ല. 4 ലെഗ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നീളം കൂടുതലുള്ളത് കാരണമാണോ എന്നറിയില്ല ഇതിന് 4 ലെഗ്സ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും തറയിൽ ഉറച്ച് നിൽക്കുന്നുണ്ട്. എന്നേക്കാൾ ഹൈറ്റ് ഉള്ള പോലെ ഉണ്ട്. കണ്ടോ, എന്നേക്കാൾ ഹൈറ്റ് ഉള്ളതുപോലെ തോന്നി. പിന്നെ ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് കഴിയും. നമുക്ക് ഇതിൻ്റെ മൊബൈൽ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. മൊബൈൽ സെറ്റ് ചെയ്തിട്ട് 360 ഡിഗ്രി സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മൊബൈൽ താഴോട്ടും മേലോട്ടും ആക്കി ഉപയോഗിക്കാനായിട്ടും കഴിയും. മൊബൈൽ പോർട്രേറ്റിലും വെർട്ടിക്കലും ആയിട്ടും ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ സ്ക്രൂ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. മൊത്തം താഴോട്ട് പോകുന്നുണ്ട്, അതേപോലെ തിരിച്ചും വരുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിനൊരു പ്രത്യേകത, റിമോട്ട് ഉണ്ട്. അത് ഈ ഹാൻഡിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഇളക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ റോങ് പ്രസ് ചെയ്ത് വെച്ചാൽ റിമോട്ട് ഓപ്പൺ ആകും. അത് മൊബൈൽ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് വെക്കാം. ഇതിനൊരു പ്രത്യേകത, സി ടൈപ്പ് ചാർജിങ് ആണ്. നമ്മുടെ മൊബൈൽ ചാർജുമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ നോക്കുക. ഓക്കെ, ബൈ.